പശ്ചിമേഷ്യയിലോ മിഡിൽ ഈസ്റ്റിലോ വർദ്ധിച്ചു വരുന്ന യുദ്ധഭീഷണിയും സമുദ്ര ആക്രമണങ്ങൾക്കുമിടയിൽ ഊർജ്ജ വിതരണം സുരക്ഷിതമാക്കാൻ ഇന്ത്യ ഒരു പ്രധാന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടനുസരിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന എണ്ണ, വാതക കപ്പലുകളെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ യുഎസുമായി സമുദ്ര സുരക്ഷാ കവറേജ് ചർച്ച ചെയ്യുന്നുണ്ട്. ആവശ്യമെങ്കിൽ എണ്ണയും വാതകവും കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് യുഎസ് നാവികസേനയുടെ സുരക്ഷ നൽകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നതായി സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്ക് പോലെയുള്ള സെൻസിറ്റീവ് സമുദ്രപാതകളിൽ ഈ സുരക്ഷ പ്രത്യേകിച്ചും പ്രധാനമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിൽ ഒന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ലോകത്തിലെ എണ്ണ, വാതക വിതരണത്തിന്റെ ഏകദേശം 1/5 ഭാഗവും ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നിവയ്ക്കിടയിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ കാരണം ഈ പാത അങ്ങേയറ്റം അപകടകരമായി മാറിയിരിക്കുന്നു. വ്യാപാരത്തിന് രാഷ്ട്രീയ റിസ്ക് ഇൻഷുറൻസും സാമ്പത്തിക ഗ്യാരണ്ടികളും നൽകാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎസ് ഏജൻസികളോട് ഉത്തരവിട്ടിട്ടുണ്ട്. ആവശ്യമെങ്കിൽ യുഎസ് നാവികസേനയ്ക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ കഴിയുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇന്ത്യക്ക് ഈ വിഷയം നിർണായകമാണ്. കാരണം രാജ്യം ഊർജ്ജ ആവശ്യങ്ങൾക്കായി മിഡിൽ ഈസ്റ്റിനെയാണ് വളരെയധികം ആശ്രയിക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 40% ഈ മേഖലയിൽ നിന്നാണ്. കൂടാതെ പാചകവാതക വിതരണത്തിന്റെ ഏകദേശം 85 മുതൽ 90% വരെ ഇവിടെ നിന്നാണ് വരുന്നത്. ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ഇന്ത്യ ഇപ്പോൾ നിരവധി രാജ്യങ്ങളിൽ നിന്ന് എണ്ണയും വാതകവും വാങ്ങാൻ ശ്രമിക്കുകയാണ്. സൊനാട്രാച്ച്, അബുദാബി നാഷണൽ ഓയിൽ കമ്പനി, ടോട്ടൽ എനർജീസ്, വിറ്റോൾ, ട്രാഫിഗുറ തുടങ്ങിയ കമ്പനികളുമായും സർക്കാർ ചർച്ചകൾ നടത്തിവരികയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സഹകരിക്കാൻ അമേരിക്ക തയ്യാറാണെന്ന് ന്യൂഡൽഹിയിൽ നടന്ന റൈസീന ഡയലോഗ് സമ്മേളനത്തിൽ യുഎസ് ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പറഞ്ഞു. യുദ്ധത്തിന്റെ ആഘാതം ഇപ്പോൾ ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിലും അനുഭവപ്പെടുന്നുണ്ട്. ചില കമ്പനികൾ ഇന്ധന കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെക്കുകയും അവരുടെ ചില ശുദ്ധീകരണ യൂണിറ്റുകൾ അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്യാസ് വിതരണക്കാരിൽ ഒന്നായ ഖത്തറിൽ നിന്നുള്ള ഗ്യാസ് വിതരണത്തെയും ഇത് ബാധിച്ചു. ഹോർമൂസ് കടലിടുക്ക് അടച്ചതും വിതരണത്തിലെ തടസ്സവും കാരണം ഇന്ത്യക്ക് പ്രതിദിനം ഏകദേശം 60 ദശലക്ഷം സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ ഗ്യാസ് കുറവാണ് ലഭിക്കുന്നത്. സ്ഥിതി കൂടുതൽ വഷളായാൽ രാജ്യത്തെ ഗ്യാസ് വിതരണം മുൻഗണനാ അടിസ്ഥാനത്തിൽ വിവിധ മേഖലകളിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുമെന്നും അങ്ങനെ ഒരു വ്യവസായമോ അവശ്യ സേവനമോ പൂർണ്ണമായും അടച്ചുപൂട്ടേണ്ടതില്ലെന്നും സർക്കാർ പറയുന്നു. അതേസമയം ഇന്ത്യക്ക് എണ്ണ വിൽക്കാൻ 30 ദിവസത്തേക്ക് റഷ്യക്ക് താൽക്കാലിക ഇളവ് അനുവദിച്ചു. വാങ്ങുന്നവരെ കണ്ടെത്താനാകാതെ മാസങ്ങളായി കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് ഇത് ആശ്വാസം നൽകും. ഇറാൻ യുദ്ധത്തെ തുടർന്ന് ആഗോള എണ്ണ വിപണിയിലെ സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി കെട്ടിക്കിടക്കുന്ന റഷ്യൻ എണ്ണ ഇന്ത്യക്ക് വിൽക്കാൻ യുഎസ് അനുമതി നൽകിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് 30 ദിവസത്തെ താൽക്കാലിക ഇളവാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.